പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, നമ്മള് 10th പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സമാസ്. സമാസ് എന്ന് പറഞ്ഞാൽ 10th കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും എന്താണെന്നുള്ളത്. അല്ലെ, നമുക്കൊന്നും കൂടെ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് जब दो या दो से अधिक शब्दों को जोड़कर एक नया शब्द बनाया जाता है जिसे एक ही अर्थ में प्रयोग कर सकते हैं उसे समास कहते हैं. समास എന്ന് പറഞ്ഞാൽ എന്താണ്? समास is the combination of two or more words to form a single word with a specific meaning. അല്ലെ, രണ്ടില്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വേർഡ്സ് കൊണ്ടിട്ട് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വേർഡ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ആക്കുമ്പോഴാണ് അതിനെയാണ് നമ്മൾ സമാസ് എന്ന് പറയുന്നത്. അല്ലെ, സമാസ് എത്ര ടൈപ്പ് ഉണ്ട്? 6 ടൈപ്സ് ഉണ്ട്. സമാസ് എത്ര ടൈപ്പ് ഉണ്ട്? 6 ടൈപ്പ് ഉണ്ട്. അവ്യഭാവ സമാസാണ്, തത്പുരുഷ സമാസ് ഉണ്ട്, കർമ്മധാരയ സമാസ് ഉണ്ട്, ദിഗു സമാസ് ഉണ്ട്, ദ്വന്ദ്വ സമാസ് ഉണ്ട്, ബഹുവ്രീഹി സമാസ് ഉണ്ട്. അല്ലെ, എത്രയാണ് സമാസ് ഉള്ളത്? 6 ടൈപ്സ് ആണ്. അത് ഓർഡറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? അവ്യഭാവ്, തത്പുരുഷ്, കർമ്മധാരയ, ദിഗു, ദ്വന്ദ്, ബഹുവ്രീഹി. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അല്ലെ, നമ്മള് സമാസം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഒന്നിച്ചാക്കുന്നു. അല്ലെ, ശബ്ദ് പ്ലസ് ശബ്ദാണ് സമസ്ത പദ് എന്ന് പറയുന്നത്. ശബ്ദ് പ്ലസ് ശബ്ദ് ഈസ് ഇക്വൽ ടു സമസ്ത പദ്. സമസ്ത പദ് കോ തോടന സമാസ് വിഗ്രഹ ഹെ. എന്താണ്? സമസ്ത പദിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് സമാസ് വിഗ്രഹ വരുന്നത്. ഫോർ എക്സാമ്പിൾ, രാജാ കാ പുത്ര, രാജ്പുത്ര. नील प्लस कमल, नील कमल. दिन और रात, दिन रात. भाई और बहन, भाई बहन. माता और पिता, माता पिता. അല്ലെ, ഇങ്ങനെയാണ് നമുക്ക് സമാസിനെ വിഗ്രഹിക്കുന്നതും അത് കൂടിച്ചേർത്തുന്നതും. ദാറ്റ് ഈസ്. ഇനി സമാസിൽ എന്ന് പറയുന്നത് അതിന് അംഗ്, സമാസ് കെ അംഗ് ഹെ. The parts are there for the സമാസ്. അതില് ഫസ്റ്റ് പറയണത് പൂർവപദാണ്. പൂർവപദ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വേർഡ് ഓഫ് സമാസ് ആണ്. അല്ലെ, പെഹല പദ്. അതില് മിഡിൽ വരുന്നത് ഉത്തർ പദാണ്. ദാറ്റ് ഈസ് ദൂസര ശബ്ദ്. അതില് സമസ്ത പദ് ഉണ്ട്. എന്താണ്? ദോനോ സെ ബനാ നയ ശബ്ദ്. രണ്ടുപേരോടും കൂടി ചേർത്തിട്ടുള്ള പുതിയൊരു വേർഡിനെയാണ് നമ്മൾ സമസ്ത പദ് എന്ന് പറയുന്നത്. ഇനി വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? സമസ്ത പദ് കോ തോഡ്കർ അർത്ഥ് സ്പഷ്ട് കർന. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സമസ്ത പദ് കോ തോഡ്കർ അർത്ഥ് സ്പഷ്ട് കർന. നമ്മൾ പറയാറുണ്ട് മലയാളത്തില് വിഗ്രഹിക്കുക എന്നുള്ളത്. അല്ലെ, മെയിൻ ആയിട്ടുള്ള വേർഡിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ മീനിങ് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരണം. അപ്പം ഇതിന്റെ 4 ഭാഗങ്ങളാണ്, 4 പാർട്സ് നമ്മൾ പറയാറുണ്ട് എപ്പോഴും സമാസിന് എന്നുള്ളത്. ഫസ്റ്റ് വൺ പൂർവപദാണ്, സെക്കൻഡ് വൺ ഉത്തർ പദാണ്, തേർഡ് വൺ സമസ്ത പദാണ്, ഫോർത്ത് വൺ വിഗ്രഹമാണ്. അല്ലെ, നമ്മള് 6 സമാസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6 ടൈപ്സ് ഓഫ് സമാസ് ആണുള്ളത്. എല്ലാ സമാസിലും എന്തുണ്ടാവാറുണ്ട്? ഈ പറഞ്ഞ അതിന്റെ പാർട്സ് ഉണ്ടാവും. റൈറ്റ്? എന്തൊക്കെയായിരുന്നു? പൂർവപദ്, ഉത്തർപദ്, സമസ്ത പദ്, വിഗ്രഹ. അല്ലെ, അതില് ഒരു സമാസില് പൂർവപദ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടുമാണ്, ഉത്തർപദ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടുമാണ്. ഇപ്പം രാജാക്ക പുത്ര, രാജ്പുത്ര. അല്ലെ, അവിടെ നമ്മൾ കമ്പൈൻ ചെയ്തതാണ്. രാജാക്ക പുത്ര എന്നുള്ളത് രാജ്പുത്ര ആണ്. അപ്പൊ അതിലെ രാജ് എന്ന് പറയുന്നത് എന്താണ്? പെഹല ശബ്ദ പൂർവപദാണ്. പുത്ര എന്ന് വരുന്നതോ ദാറ്റ് ഈസ് ഉത്തർപദ്, ദാറ്റ് ഈസ് ദൂസര ശബ്ദ. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു?
അവ്യഭാവ് സമാസമായിരുന്നു അല്ലെ. അവ്യഭാവ് സമാസില് എന്താണ് നമ്മളിപ്പോ പറയും അവ്യയിൽ എന്ന് പറഞ്ഞാൽ ഉപസർഗ ജോയിൻ ചെയ്തിട്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ അവ്യഭാവ് സമാസം എന്ന് പറയണത്. ഉപസർഗ ആണ് ഫസ്റ്റ് വരിക. അവ്യഭാവില് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഫസ്റ്റ് ഒരു വേർഡിനോട് ചേർന്നിട്ട് ഫസ്റ്റ് എന്ത് വരും? ഉപസർഗാണ് വരിക. അതില് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഇപ്പൊ എന്താണ്? ദിന്നിന്റെ കൂടെ ദിൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? ഡേ അല്ലെ. പ്രതിദിൻ, പ്രതി മീൻസ് ഡെയിലി. അപ്പൊ എന്തായി? ഡെയിലി ഉള്ള കാര്യമായി. ഹർ ദിൻ ഓർ പ്രത്യേക് ദിൻ അല്ലെ. ഇതൊക്കെ എന്താണ്? ദിൻ എന്ന് പറഞ്ഞ വേർഡിന്റെ ഫ്രണ്ടിൽ ഒരു വേർഡും കൂടി ചേർത്തപ്പം അതിന്റെ മീനിങ് മാറിയിട്ട് പക്ഷെ എന്താണ്? പുതിയൊരു മീനിങ് ആയിട്ട് മാറി വരുന്ന ഒരു വേർഡാണ്. ദാറ്റ് ഈസ് പ്രതിദിൻ. അതേപോലെ തന്നെ മരൺ. വാട്ട് ഈസ് മരൺ? ഡെത്ത് ആണ് അല്ലെ. മരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് ആണ്. ആ മരൺ എന്ന് പറഞ്ഞ വേർഡിന് ആ ഒരു സിമ്പിൾ മീനിങ് അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞ ഒരു വേർഡും കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പൊ എന്തായി? ആമരൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താ ആമരന്റെ മീനിങ്? മരണം വരെ. റൈറ്റ്. മീൻസ് ദാറ്റ് ഇസ് നെക്സ്റ്റ് വേർഡ് ഈസ് ജന്മ. ജന്മ എന്ന് പറഞ്ഞാൽ എന്താ? ബർത്ത് ആണ്. ആ ജന്മ എത്ര വരെ ജീവിക്കുന്നോ അത്ര വരെ അല്ലെ. അപ്പൊ നമ്മള് ഉപസർഗ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുതിയ മീനിങ് ഫുൾ വേർഡ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? അവ്യഭാവ് സമാസം എന്ന് പറയാറ്. ആ ജന്മ. റൈറ്റ്. അതില് എന്ന് പറയണത് പൂർവപദാണ്, ജന്മ എന്ന് പറയണത് ഉത്തരപദാണ്. റൈറ്റ്. ഓക്കെ. ഇങ്ങനത്തെ പുതിയ എപ്പിസോഡ്സിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.